നമസ്കാരം സുഹൃത്തുക്കളെ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിന്റെ തനിമയും പാരമ്പര്യവും വിളിച്ചേർത്തുന്ന ഒന്നാണ് ദശപുഷ്പങ്ങൾ. വെറുമൊരു 10 പൂക്കൾ എന്നതിലുമുപരി അതിശയിപ്പിക്കുന്ന ഔഷധ ഗുണങ്ങളും വലിയ സാംസ്കാരിക പ്രാധാന്യവുമുള്ള സസ്യങ്ങളാണിവ. കർക്കിടക മാസത്തിലെ ശിവോതി വയ്ക്കാനും ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് പാതിരപ്പൂ ചൂടാനും ഈ 10 ചെടികൾ അത്യാവശ്യമാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഈ 10 പുഷ്പങ്ങളെയും അതിന്റെ പ്രത്യേകതകളും നമുക്കൊന്ന് വിശദമായി പരിചയപ്പെട്ടാലോ? മുക്കുറ്റി. നമ്മുടെ പട്ടികയിൽ ഒന്നാമത് വരുന്നത് മുക്കുറ്റിയാണ്. മുക്കുറ്റി ചാന്ത് തൊടുന്നത് പണ്ട് കേരളത്തിൽ പതിവായിരുന്നു. വയറിളക്കം, വിഷബാധ എന്നിവയ്ക്ക് ഇത് നല്ലൊരു പ്രതിവിധിയാണ്. മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാനും അമിത രക്തസ്രാവം തടയാനുമൊക്കെ മുക്കുറ്റി അരച്ചു പുരട്ടാറുണ്ട്. തെക്കൻ കേരളത്തിൽ ഇതിനെ തീണ്ടാനാഴി എന്നും വിളിക്കുന്നു. പൂവാങ്കുരുന്നില. രണ്ടാമതായി പൂവാങ്കുരുന്നിലയാണ്. തെക്കൻ കേരളത്തിൽ പൂവാൻ കുരുന്നൽ എന്നും പറയാറുണ്ട്. പനി കുറയ്ക്കാനും രക്തശുദ്ധീകരണത്തിനും ഏറ്റവും ഉത്തമമാണ്. തലയിലെ ചൂട് കുറയ്ക്കാനും കണ്ണിന് കുളിർമയാകാനും ഇതിന്റെ നീര് തലയിൽ തേക്കുന്നത് മികച്ചതാണ്. മൂന്നാമതായി മുയൽ ചെവിയൻ. ഇതിനെ ചിലയിടങ്ങളിൽ ഓരില താമര എന്ന് വിളിക്കാറുണ്ട്. തൊണ്ടവേദനയ്ക്കും പനിക്കും മുയൽ ചെവിയൻ മികച്ച ഒരു മരുന്നാണ്. അമിതമായ ചൂട് കാരണം കണ്ണിലുണ്ടാകുന്ന ചുവപ്പും വേദനയും മാറാൻ ഇതിന്റെ നീര് ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ 4ാമതെത്തുന്നത് വിഷ്ണുക്രാന്തിയാണ്. ചിലയിടങ്ങളിൽ ഇതിനെ കൃഷ്ണക്രാന്തി എന്നും വിളിക്കുന്നു. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കാൻ ആയുർവേദം നിർദ്ദേശിക്കുന്ന പ്രധാന ഔഷധങ്ങളിൽ ഒന്നാണിത്. കുട്ടികളിൽ പനിയും അപസ്മാരം പോലുള്ള അസുഖങ്ങൾക്ക് ഇതിന്റെ കഷായം നൽകാറുണ്ട്. 5ാമത്തത് നിലപ്പനയാണ്. ഇതിനെ നിലപ്പനക്കിഴങ്ങ് എന്ന പേരിലാണ് ചില സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നത്. ശരീരത്തിന്റെ പുഷ്ടിക്കും ഉന്മേഷത്തിനും പേരുകേട്ട ഔഷധമാണത്. മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾക്ക് ശരീരത്തിലെ അമിതമായ ചൂട് കുറയ്ക്കാനും നിലപ്പന മികച്ചൊരു പ്രതിവിധിയാണ്. നമ്മുടെ പട്ടികയിൽ 6ാമത് കയ്യോന്നിയാണ്. ചില സ്ഥലങ്ങളിൽ കയ്യൂണ്യം അഥവാ കൈതോന്നി എന്നും വിളിക്കാറുണ്ട്. കേശ സംരക്ഷണത്തിന് കയ്യോന്നിയോളം മികച്ച ചെടിയില്ല. മുടി നരയ്ക്കുന്നതിനും അകാല നര തടയാനും ഈ എണ്ണ കാച്ചി ഉപയോഗിക്കാറുണ്ട്. 7ാമതായി ചെറുളയാണ്. ഇതിനെ ബലിപ്പൂവ് എന്ന് ചില സ്ഥലങ്ങളിൽ വിളിക്കുന്നു. വൃക്ക രോഗങ്ങളും മൂത്രതടസ്സം മാറുവാനും ചെറുളയുടെ കഷായം ഏറെ ഫലപ്രദമാണ്. ശരീരത്തിലെ കെട്ടിക്കിടക്കുന്ന വിഷാംശങ്ങളെ പുറത്താക്കാൻ ഇത് സഹായിക്കുന്നു. ഒഴിഞ്ഞ. 8ാമത് ഒഴിഞ്ഞയാണ്. തെക്കൻ കേരളത്തിൽ ജ്യോതിഷ്മതി എന്നും പറയാറുണ്ട്. വാദസംബന്ധമായ സന്ധിവേദനകൾക്ക് ഒഴിഞ്ഞ ഒരു സിദ്ധ ഔഷധമാണ്. ഇതിന്റെ ഇലയിട്ട വെള്ളത്തിൽ കുളിക്കുന്നത് ശരീരവേദന കുറയ്ക്കുവാനും ഞരമ്പുകൾക്ക് ഉന്മേഷം നൽകുവാനും സഹായിക്കും. തിരുതാളി. 9ാമതായി തിരുതാളിയാണ്. ഇതിനെ ചില ഭാഗങ്ങളിൽ ലക്ഷ്മണ എന്നും ചിലർ വിശേഷിപ്പിക്കാറുണ്ട്. ത്വക്ക് രോഗങ്ങൾക്കും ചർമ്മത്തിന് തിളക്കം നൽകുന്നതിനും തിരുതാളി അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. അവസാനമായി 10ാമത്തത് കറുക. ഇതിനെ ബലിക്കറുക എന്നും പറയാറുണ്ട്. മുറിവുകളിൽ നിന്നും രക്തസ്രാവം തടയാൻ, ചർമ്മത്തിലേക്കുള്ള രോഗങ്ങൾ നശിപ്പിക്കുവാനും ഇതിൽ പ്രത്യേക കഴിവുണ്ട്. ഗണപതി ഹോമത്തിലെ പ്രത്യേക വഴിപാടാണിത്. നാഡികളെ ഉത്തേജിപ്പിക്കാനും കറുക നീര് ഉത്തമമാണ്. നമ്മുടെ കാലടിപ്പാടുകൾ പതിയുന്ന മണ്ണിൽ ആരും ശ്രദ്ധിക്കാതെ വളരുന്ന 10 കുഞ്ഞു ചെടികൾ. ഇവ വെറുമൊരു പുല്ലല്ല, പ്രകൃതി നമുക്ക് കരുതി വെച്ച 10 മഹാ ഔഷധങ്ങളാണ്. പാരമ്പര്യത്തിന്റെ പച്ചപ്പും ആധുനിക ആരോഗ്യത്തിന്റെ രഹസ്യവും വെളുപ്പിച്ചു വെച്ച നമ്മുടെ സ്വന്തം ദശപുഷ്പങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള നാട്ടറിവുകൾ ഇനിയും തേടിപ്പോകാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.